അഷ്റഫ് സക്കാഫിയോടാണ്. അല്ല സക്കാഫി, ഈ നാട്ടിലെ സക്കാഫികൾക്കൊരു നിലയും വിലയുണ്ട്. അന്നൊന്നും അഷ്റഫ് സക്കാഫി എന്ന് ചേർത്ത് വിളിക്കണത് തന്നെ ശരിയല്ല. ഏടോ അഷ്റഫെ, നിന്നെ വിശ്വസിച്ചിട്ട് നിന്റെ കൂടെ വന്നത് ആളുകൾ ആരൊക്കെ നിനക്കറിയോ? പടച്ച റബ്ബിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ വേണ്ടിയിട്ട്, അള്ളാൻ്റെ റസൂലിനോട് ഒരു സലാം പറയാൻ വേണ്ടിയിട്ട്, റൗള ഷരീഫ് കാണാൻ വേണ്ടിയിട്ട് വന്നതാടോ. അവരൊന്നും വലിയ പണക്കാരൊന്നുമല്ല. ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം സാഫല്യമാകുന്നതിന് വേണ്ടി സ്വരൂപിക്കപ്പെട്ട പണം ഉപയോഗിച്ചിട്ട് വന്നവരാണ് അവരൊക്കെ. ഹറാമിൻ്റെ അംശമില്ലാത്ത, തെറ്റിൻ്റെ അംശമില്ലാത്ത അവരെ നീ ചൂഷണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സ് എത്രത്തോളം മോശമായതാണോ. നിന്റെ മനസ്സെന്നല്ല, ഇവിടെ പലരുണ്ട് അമീർ എന്ന് ചമഞ്ഞുകൊണ്ട് പണത്തിന് വേണ്ടിയിട്ട് ഉംറ സർവീസ് നടത്തുന്നവർ. പണം മാത്രം ലക്ഷ്യം. പണം എടുക്കണ്ട നമ്മൾ പറയണില്ല. ഏത് ജോലിയാണെന്നുണ്ടെങ്കിൽ അതിന് പണം വേണം. പക്ഷേ ഈ ഉംറ സർവീസും അമീറുമാരൊക്കെ ചമഞ്ഞുകൊണ്ട് കോടികൾ നേടിയെടുക്കുന്ന ഒരുപാട് പേര്. ഏറ്റവും വലിയ തട്ടിപ്പാണ് ആത്മീയ തട്ടിപ്പ് എന്നുള്ളത്. ആത്മീയ ചൂഷണം എന്ന് പറഞ്ഞാൽ എപ്പോഴും വിജയം കാണുന്ന ഒരു അതിക്രൂരമായിട്ടുള്ള ഒരു തട്ടിപ്പാണ്. അതിലിപ്പോൾ അഷ്റഫ് സക്കാഫിയുടെ ഈ ഒരു വിഷയം ഇത് നന്നായിട്ട് സോഷ്യൽ മീഡിയകളിൽ കളിക്കുന്നു എന്ന് മാത്രം. ഇതുപോലെ ഒരുപാട് തട്ടിപ്പുകൾ ഹജ്ജിൻ്റെയും ഉംറൻ്റെയും സർവീസിൽ നടക്കുന്നുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ഉംറ സർവീസിന് ഇപ്പോൾ ഏകദേശം ഒരു 80,000 രൂപ ആകുന്നു കണ്ടാൽ പത്രങ്ങളിലൂടെയും മറ്റ് ഫോണുകളിലൂടെയും വാട്സപ്പുകളിലൂടെയൊക്കെ പരസ്യം കൊടുക്കുകയാണ്. 80,000 രൂപ ഇല്ല, 75 ഉള്ളൂ, 65,000 രൂപയുള്ളൂ. പാവപ്പെട്ട ഈ മുസ്ലിങ്ങൾ, പാവപ്പെട്ട നമ്മുടെ സഹോദരന്മാരെന്ത് ചെയ്യും? ഈ പരസ്യം കണ്ടിട്ട് ഇവർക്ക് മെസ്സേജ് അയക്കും. അവർ പറയും ഇന്ന കാര്യങ്ങളൊക്കെ അഡ്വാൻസ്ഡായിട്ട് കൊടുക്കാൻ പറയും. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇന്ന ക്യാഷ്, മറ്റേ മറിച്ചത് ഇന്ന ടിക്കറ്റ് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ആ പാവപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് 80,000 പോയിട്ട് 85,000 കൊടുക്കും. അവരിപ്പോൾ ഇതിലൊന്നും വേണ്ടാത്തൊന്നും പറയൂല. കാരണം ഒരു ഉംറക്ക് പുറപ്പെട്ടല്ലേ, ഇനി അവർ ചൂടാവണ്ടല്ലോ. നല്ലൊരു ഉദ്ദേശത്തിന് എല്ലാവരോടും പൊരുത്തം വാങ്ങിയിട്ട് ഇറങ്ങിയ ആളുകളാണ്. എന്നിട്ട് ഇനി ഒരാളോട് വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിച്ചിട്ട് ആ ഉംറൻ്റെ പരിശുദ്ധിയെ നഷ്ടപ്പെടുത്തണ്ടെന്ന് കരുതുന്ന പാവപ്പെട്ട ഉപ്പമാർ, സഹോദരന്മാർ, അവരെ ചൂഷണം ചെയ്യുന്ന തലയെക്കെട്ട് കെട്ടിയ മൂല്യന്മാർ ഈ ലോകത്തുണ്ടാവുമ്പോൾ പറയിപ്പിക്കാൻ വേറെ എവിടേക്കെങ്കിലും പോണോ? ഇപ്പം എന്താ, ഈ സോഷ്യൽ മീഡിയകൾക്കും ആളുകൾക്കും ഇസ്ലാമിക വിരോധികൾക്കും വലിയ ചാകര കിട്ടിയിരിക്കുകയാണ്. ആത്മീയ ചൂഷണം, ആത്മീയ തട്ടിപ്പ്. മുസ്ലിങ്ങൾ ഇതിൻ്റെ പിറകിലാണ്, ഇതിൻ്റെ പിന്നിൽ വലിയ തലയെക്കെട്ടുള്ള ഉസ്താദുമാരുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിനെ പിച്ച് ചീന്തുമ്പോൾ അഷ്റഫ് സക്കാഫി ഇതൊക്കെ ഉണ്ടെങ്കിൽ തീരുമാനമായല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ കാരണത്താൽ ഇവിടെ മോശക്കാരാകുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവരായ അമീർമാരാണ്, പാവപ്പെട്ടവരായ ഇതിൻ്റെ ട്രാവൽസുകാരാണ്. ഇതിൻ്റെ പിന്നിൽ നിഷ്കളങ്കരായി പ്രവർത്തിക്കുന്ന ഒരു ഇൽമായിക്കൊണ്ട്, ഒരു ഇബാദത്തായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഉസ്താദുമാരാണ്. എല്ലാവരും ഒരൊറ്റ സംഭവം കൊണ്ട് നിങ്ങൾ കുളം തോണ്ടിച്ചില്ലേ. എന്താണ് ഇതിലൊക്കെ പറയുക? പാവപ്പെട്ട ഒരുപാട് പേര് ഇതിൽ പെടാണ്. ഇനിയെങ്കിലും നിങ്ങളൊക്കെ ഉംറ സർവീസിന് എടുക്കുമ്പോൾ, ഹജ്ജ് സർവീസിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ഏറ്റവും വിശ്വസ്തരായ പേരെ തന്നെ ബന്ധപ്പെടുക. 1,000 2,000 കുറവുണ്ട് എന്ന് കരുതിയിട്ട് അതിൻ്റെ പിന്നാലെ ഓടിയാൽ അത് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കിയാണ് ഈ പാവപ്പെട്ട ഉപ്പമാർ എത്ര സ്വപ്നം കണ്ടിട്ടാണ് എല്ലാവരോടും യാത്ര പറഞ്ഞ് വലിയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് അവർ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം, അതിന്മേൽ പോലും കൈവെക്കുന്ന, അതിന്മേൽ പോലും പണത്തിന് വേണ്ടി അതിൻ്റെ പിന്നാലെ ഓടുന്നവരൊക്കെ ശവം എന്നല്ല, ശവന്തീനികൾ എന്നാണ് വിളിക്കേണ്ടത്. അല്ലാഹു കാക്കട്ടെ. ആമീൻ.